നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എക്സ്ക്യൂസ് മീ സർ. സർ സർ മാലിനി ഇങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ? മാലിനി ഡോക്ടറുടെ ക്യാബിനിൽ ഇരിക്കുകയാണെന്നാണല്ലോ സുന്ദരി പറഞ്ഞത്. അതെ, മാലിനിയെ ഞാൻ ഡോക്ടറിന്റെ ക്യാബിനിൽ ഇരുത്തിയിട്ടാ തിയേറ്ററിലേക്ക് പോയത്. ഇപ്പൊ മംഗളാദേവി മാഡം വന്നു, പക്ഷെ മാലിനി എവിടെ കാണുന്നില്ല. മാലിനി കാണുന്നില്ലെന്നോ? പിന്നെ അവളവിടെ പോയി? അല്ല, സുന്ദരി മാഡം ക്യാബിന് പുറത്തിരിക്കുവായിരുന്നു. ഇനി അവർ രണ്ടുപേരും കൂടി ചായയോ മറ്റോ കുടിക്കാൻ പോയതായിരിക്കും. ഏയ്, സുന്ദരി വീട്ടിലേക്കാണല്ലോ പോയത്. മാലിനി ഇവിടെ ഉണ്ടാവുമെന്ന് തന്നെയാ സുന്ദരി പറഞ്ഞത്. അല്ല, ഈ ഡോക്ടറുടെ ക്യാബിൻ എവിടെയാ? സാർ വന്നേ. ഡോക്ടർ, മാലിനി എന്റെ മകള്. അവള് ഇവിടെ ഡോക്ടറുടെ ക്യാബിനിലുണ്ടെന്നാ ഇത്രയും നേരം പറഞ്ഞത്. ഇപ്പോ ഇവിടെ ഇല്ലാന്ന് ഈ സിസ്റ്റർ പറയുന്നു. മാലിന്യോട് ഇവിടെ ഇരിക്കാനാ പറഞ്ഞത്. ഞാൻ വന്നപ്പോ പക്ഷെ മാലിന്യ ഇവിടെ ഇല്ല. അതുകൊണ്ട് അസിസ്റ്റന്റിനോട് അന്വേഷിക്കാൻ പറഞ്ഞത്. പക്ഷേ മോള് ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ലല്ലോ ഡോക്ടർ. ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ കുട്ടിയെ ഇപ്പോ കാണുന്നില്ലെന്ന് പറഞ്ഞ അതെങ്ങനെ ശരിയാവും? ഈ ആശുപത്രിക്കും ഡോക്ടർക്കും ഒന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ. ആ കുട്ടി ഈ ആശുപത്രി വിട്ട് എവിടെയും പോകാനിടയില്ല. ചിലപ്പോ ടോയ്ലറ്റിലോ മറ്റോ പോയതായിരിക്കും. ടോയ്ലറ്റിലോ മറ്റോ പോയതായിരിക്കും എന്ന് പറഞ്ഞ് വരുന്നതും കാത്തിരിക്കാനാണോ ഉദ്ദേശം? ഡോക്ടറെ,